ഗൾഫ് ഫോക്കസ് വിശദമായ റിപ്പോർട്ടുകളിലേക്ക് കടക്കുകയാണ്. തുടർച്ചയായി 3 മാസം ശമ്പളം നൽകാൻ കഴിയാത്ത തൊഴിലുടമകൾക്കുള്ള എല്ലാ സേവനങ്ങളും നിർത്തിവെക്കുമെന്ന് സൗദി തൊഴിൽ മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി. ശമ്പളം വൈകുന്നതിനുള്ള കാരണം വിശദീകരിക്കാൻ കമ്പനികൾക്ക് അനുവദിക്കുന്ന സമയപരിധി 10 ദിവസമാക്കി കുറച്ചു. തൊഴിലാളികൾക്ക് കൃത്യസമയത്ത് കരാർ പ്രകാരമുള്ള ശമ്പളം ബാങ്ക് വഴി നൽകണമെന്നാണ് സൗദി മാനവ വിഭവശേഷി സാമൂഹിക വികസന മന്ത്രാലയത്തിന്റെ നിർദ്ദേശം. ഇതിൽ വീഴ്ച സംഭവിച്ചാൽ തൊഴിലുടമകൾക്കെതിരെ ശിക്ഷാ നടപടി സ്വീകരിക്കും. തുടർച്ചയായി 3 മാസത്തെ ശമ്പളം മുടങ്ങിയാൽ തൊഴിലുടമകൾക്കുള്ള എല്ലാ സർക്കാർ സേവനങ്ങളും നിർത്തിവെക്കും. കൂടാതെ തൊഴിലുടമയുടെ സമ്മതമില്ലാതെ തന്നെ തൊഴിലാളിക്ക് മറ്റു സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യാനും സ്പോൺസർഷിപ്പ് മാറാനും സാധിക്കും. തുടർച്ചയായി 2 മാസത്തെ ശമ്പളം വൈകിയാൽ വർക്ക് പെർമിറ്റ് പുതുക്കുന്നതിനും ഇഷ്യൂ ചെയ്യുന്നതിനുമുള്ള സേവനം ഒഴികെയുള്ള എല്ലാ സേവനങ്ങളും നിർത്തിവെക്കും. ശമ്പളം വൈകുന്നതിനുള്ള കാരണം ബോധ്യപ്പെടുത്താൻ സ്ഥാപനങ്ങൾക്ക് അനുവദിക്കുന്ന സമയപരിധി 30 ദിവസത്തിൽ നിന്നും 10 ദിവസമായി കുറച്ചതായും മന്ത്രാലയത്തിന് കീഴിലുള്ള മുദദ് പ്ലാറ്റ്ഫോം അറിയിച്ചു. ഇതുമായി ബന്ധപ്പെട്ട കമ്പനിയുടെ വിശദീകരണം അംഗീകരിക്കാനോ നിരസിക്കാനോ തൊഴിലാളികൾക്ക് അനുവദിക്കുന്ന സമയപരിധി 7 ദിവസത്തിൽ നിന്നും 3 ദിവസമായി കുറച്ചു. 3 ദിവസത്തിനകം തൊഴിലാളി പ്രതികരിച്ചില്ലെങ്കിൽ കമ്പനിയുടെ ഇതുമായി ബന്ധപ്പെട്ട വിശദീകരണം അംഗീകരിക്കപ്പെടും. 24 ജിദ്ദ. സൗദിയിൽ താമസ വാണിജ്യ ആവശ്യങ്ങൾക്കുള്ള കെട്ടിടങ്ങളുടെ വാടക ഇനി മുതൽ ബാങ്ക് അക്കൗണ്ടുകളിലൂടെ മാത്രമേ നൽകാനാവൂ. ഇടപാടുകൾ സുതാര്യമാക്കുന്നതിനും തട്ടിപ്പുകൾ തടയുന്നതിനും വേണ്ടിയാണ് നടപടി. സൗദിയിൽ താമസ വാണിജ്യ കെട്ടിടങ്ങളുടെ വാടക ഇടപാടുകൾ ഡിജിറ്റൽ ചാനലുകൾ വഴി മാത്രമായിരിക്കണമെന്ന സൗദി മന്ത്രിതല സമിതിയുടെ നിർദ്ദേശത്തെ തുടർന്നുള്ളതാണ് പുതിയ പ്രഖ്യാപനം. അതുകൊണ്ട് തന്നെ രാജ്യത്തെ താമസ വാണിജ്യ കെട്ടിടങ്ങളുടെ വാടക പണം ഇടപാടുകൾ ഇനി മുതൽ ഡിജിറ്റൽ ചാനലുകൾ വഴി മാത്രമായിരിക്കും സ്വീകരിക്കുകയെന്ന് ഈജാർ പ്ലാറ്റ്ഫോം അറിയിച്ചു. ജനുവരി മുതൽ നിയമം പ്രാബല്യത്തിൽ വരികയും ചെയ്യും. റിയൽ എസ്റ്റേറ്റ് പ്രവർത്തനങ്ങളിലെ സുതാര്യത ഉറപ്പുവരുത്താനും തട്ടിപ്പുകൾ തടയാനും ലക്ഷ്യമിട്ടാണ് പുതിയ പദ്ധതി നടപ്പിലാക്കുന്നതെന്ന് അധികൃതരും വ്യക്തമാക്കി. വാടക കരാറുകൾക്ക് ഇനി മുതൽ മാനുവൽ റെസീപ്റ്റുകൾ അംഗീകരിക്കില്ല. പകരം ബാങ്കുകളിൽ നിന്നും തുക കൈമാറുന്നതിന് ഈജാർ നൽകുന്ന അംഗീകൃത ഇലക്ട്രോണിക് റെസീപ്റ്റുകളാണ് പ്രൂഫായി സ്വീകരിക്കുക. താമസക്കാരനും കെട്ടിട ഉടമയും തമ്മിലുള്ള പരാതികൾ കുറയ്ക്കുന്നതിനും നടപടിക്രമങ്ങൾ ലഘൂകരിക്കുന്നതിനും പുതിയ സംവിധാനം സഹായിക്കുമെന്നും ഈജാർ കേന്ദ്രം വ്യക്തമാക്കി. സുബൈറുദ്ദീനൂർ, 24 ദമാം. ദുബായിൽ കൂടുതൽ ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങൾ നിർമ്മിക്കാനൊരുങ്ങി റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി. പൊതുഗതാഗത സേവനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് നടപടി. 762 പുതിയ ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങളാണ് നിർമ്മിക്കുക. അത്യാധുനിക സൗകര്യങ്ങളോടെയുള്ള ബസ് സ്റ്റോപ്പുകളുടെ നിർമ്മാണത്തിനാണ് RTA പദ്ധതിയിട്ടിരിക്കുന്നത്. ദുബായിലെ പൊതുഗതാഗത സൗകര്യങ്ങളുടെ നിലവാരം മെച്ചപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് നടപടി. നിശ്ചിതാർത്ഥ വിഭാഗങ്ങൾ ഉൾപ്പെടെ എളുപ്പത്തിൽ ഉപയോഗിക്കാൻ സാധിക്കുന്ന രീതിയിലായിരിക്കും ബസ് സ്റ്റോപ്പുകളുടെ നിർമ്മാണം. ഉപയോഗിക്കുന്നവരുടെ എണ്ണം അടിസ്ഥാനമാക്കി 4 തരം മേഖലകളാക്കി തിരിച്ച് ഓരോ മേഖലയ്ക്കും അനുയോജ്യമായ രീതിയിലുള്ള ബസ് സ്റ്റോപ്പുകളാണ് നിർമ്മിക്കുക. പ്രതിദിനം 750 പേർ ഉപയോഗിക്കുന്ന ബസ് സ്റ്റോപ്പുകളെ മെയിൻ സ്റ്റോപ്പുകളായി പരിഗണിക്കും. 250 മുതൽ 750 വരെ യാത്രക്കാരാണെങ്കിൽ സെക്കൻഡറി സ്റ്റോപ്പുകളായും, 100 മുതൽ 250 വരെ യാത്രക്കാരുണ്ടെങ്കിൽ പ്രൈമറി സ്റ്റോപ്പായും, 100 യാത്രക്കാർ ദിവസവും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് സ്റ്റേഷനുകളായും പരിഗണിക്കും. 2025 പുതിയ കേന്ദ്രങ്ങളുടെ നിർമ്മാണം പൂർത്തിയാക്കുമെന്നും RTA വ്യക്തമാക്കി. 24 ദുബായ്. കുവൈത്തിൽ പണപ്പെരുപ്പം വർദ്ധിച്ചതായ റിപ്പോർട്ട്. ഭക്ഷ്യവസ്തുക്കൾ, വസ്ത്രങ്ങൾ തുടങ്ങി നിത്യോപയോഗ സാധനങ്ങളുടെ വില കൂടി. കുട്ടികളുടെ വിദ്യാഭ്യാസ ചെലവും വർദ്ധിച്ചു. സെൻട്രൽ അഡ്മിനിസ്ട്രേഷൻ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ സ്ഥിതിവിവര കണക്ക് പ്രകാരം നവംബർ മാസത്തിൽ ഉപഭോക്തൃ വില സൂചികയിൽ വാർഷികാടിസ്ഥാനത്തിൽ 3.79% വർധന രേഖപ്പെടുത്തി. മുൻമാസത്തെ അപേക്ഷിച്ച് നവംബറിൽ രാജ്യത്തെ പണപ്പെരുപ്പ തോത് 0.23%. നവകേരള സദസ്സിന് നേരെ പ്രതിഷേധിച്ച കോൺഗ്രസ്, യൂത്ത് കോൺഗ്രസ്, KSU പ്രവർത്തകർക്കെതിരായ പോലീസ് നടപടിയിൽ OICC ദമാം റീജിയണൽ കമ്മിറ്റി പ്രതിഷേധിച്ചു. കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഇത്ര അപഹാസ്യമായൊരു സർക്കാർ ഉണ്ടായിട്ടില്ലെന്ന് പ്രതിഷേധ സദസ്സ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് OICC റീജിയണൽ കമ്മിറ്റി പ്രസിഡന്റ് EK സലീം കുറ്റപ്പെടുത്തി. കറുത്ത വസ്ത്രം ധരിച്ചാണ് OICC അംഗങ്ങൾ പ്രതിഷേധ സംഗമത്തിൽ പങ്കെടുത്തത്. കുവൈത്തിലെ സെയിന്റ് ഗ്രിഗോറിയോസ് ഇന്ത്യൻ ഓർത്തഡോക്സ് മഹാ ഇടവകയുടെ നേതൃത്വത്തിൽ നാഷണൽ ഇവാഞ്ചലിക്കൽ ദേവാലയത്തിൽ ക്രിസ്തുമസ് ശുശ്രൂഷകൾ നടന്നു. മലങ്കര സഭയുടെ കൊൽക്കത്ത ഭദ്രാസനാധിപനും കേരള കൗൺസിൽ ഓഫ് ചർച്ചസിന്റെ പ്രസിഡന്റുമായ അലക്സിയോസ് മാർ യൗസേബിയോസ് മെത്രോപൊലിത്ത കാർമ്മികത്വം വഹിച്ചു. ഇടവകയുടെ വിവിധ ആരാധനാ കേന്ദ്രങ്ങളായ സെന്റ് ബസേലിയോസ് ചാപ്പൽ, സെന്റ് മേരീസ് ചാപ്പൽ എന്നിവിടങ്ങളിൽ നടന്ന ശുശ്രൂഷകൾക്ക് ഇടവക വികാരി ഫാദർ ഡോക്ടർ ബിജു ജോർജ് പാറക്കിലും സഹവികാരി ഫാദർ ലിജു കെ പൊന്നച്ചനും നേതൃത്വം നൽകി. ഫാദർ ഗീവർഗീസ് ജോൺ
എൽദോ പെരുന്നാൾ ശുശ്രൂഷകൾക്ക് സഹകാർമ്മികത്വം വഹിച്ചു. യുഎയിലെ വിവിധ ദേവാലയങ്ങളിൽ ക്രിസ്മസിനോടനുബന്ധിച്ച് പ്രത്യേക പ്രാർത്ഥനകൾ നടന്നു. നിരവധി പേർ ചടങ്ങുകളിൽ പങ്കെടുത്തു. ഉണ്ണിയേശുവിന്റെ തിരുപ്പിറവി പ്രവാസികളും മനസ്സു നിറഞ്ഞ് ആഘോഷിക്കുകയാണ്. ഇന്നലെ രാത്രി യുഎയിലെ വിവിധ ദേവാലയങ്ങളിൽ നടന്ന പ്രാർത്ഥനാ ശുശ്രൂഷകളിൽ യുഎയുടെ വിവിധയിടങ്ങളിലെ ആയിരക്കണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. മലയാളത്തിന് പുറമെ വിവിധ രാജ്യക്കാരായ ആളുകൾക്കായി അറബിക്, ഫ്രഞ്ച്, തഗലോഗ്, ഉറുദു എന്നിവയുൾപ്പെടെ നിരവധി ഭാഷകളിൽ ചടങ്ങുകൾ നടന്നു. ദുബായ് മാർത്തോമ പള്ളിയിൽ ശുശ്രൂഷകൾക്ക് വികാരി ജനറൽ റവറൻ ജോർജ് മാത്യു മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഷാർജ സെന്റ് ഗ്രിഗോറിയസ് ഓർത്തഡോക്സ് ദേവാലയത്തിൽ വികാരി ഫിലിപ്പ് എം സാമുവൽ കോർ എപ്പിസ്കോപ്പയുടെ നേതൃത്വത്തിലായിരുന്നു ചടങ്ങുകൾ. ഷാർജ സെയിന്റ് മേരി ജാക്കബൈറ്റ് പള്ളിയിൽ നടന്ന ചടങ്ങുകൾക്ക് പള്ളി വികാരി ഫാദർ എൽദോസ് കാവാട്ട് നേതൃത്വം നൽകി. വൈകിട്ട് 5:30 മുതൽ നടന്ന ചടങ്ങുകൾ രാത്രി സ്നേഹവിരുന്നോടെയാണ് സമാപനമായത്. ഫാദർ എൽദോസ് കാവാട്ട് ഇന്നത്തെ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുന്നുണ്ട്. വൈകുന്നേരം 5:30 ശുശ്രൂഷ ആരംഭിച്ചതാണ്. രാത്രി 9:30 വരെ ശുശ്രൂഷകൾ കാണും. അത് കഴിഞ്ഞിട്ട് ഭക്ഷണവും കാര്യങ്ങളുമായിട്ട് ആൾക്കാർ വരും. അബുദാബി മുസഫ മാർത്തോമ പള്ളിയിൽ തോമസ് മാർ തിമോഥിയോസ് തിരുമേനി ആരാധനയ്ക്കും വിശുദ്ധ കുർബാനയ്ക്കും നേതൃത്വം നൽകി. സെയിന്റ് ജോർജ് ഓർത്തഡോക്സ് കത്തീഡ്രലിലെ തീജ്വാല ശുശ്രൂഷകൾക്ക് വികാരി റവറൻ ഫാദർ എൽദോ എം പോളും അബുദാബി സെയിന്റ് സ്റ്റീവൻസ് യാക്കോബായ സുറിയാനി പള്ളിയിൽ റവറൻ ഫാദർ ടിജു വർഗീസും മുഖ്യ കാർമ്മികത്വം വഹിച്ചു. പരസ്പരം ആശംസകൾ നേർന്നും ആഘോഷമായാണ് ഏവരും മടങ്ങിയതെങ്കിലും നാട്ടിലെത്താനാകാത്തതിന്റെ വിഷമം പ്രവാസികളും പങ്കുവച്ചു. ഒരു പ്രവാസിയെ സംബന്ധിച്ചിടത്തോളം നാട്ടിൽ അവരുടെ സുഹൃത്തുക്കൾ, അവരുടെ കുടുംബാംഗങ്ങളുടെ ഒപ്പം ആഘോഷിക്കാൻ പറ്റാത്തതിലുള്ള ഒരു മിസ്സിങ് ശരിക്കുമുണ്ട്. പക്ഷേ പ്രവാസിയായി കഴിഞ്ഞാൽ ഇവിടെയുള്ള പ്രവാസി ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നമുക്കിവിടെ അടുത്തുള്ള റിലേറ്റീവ്സ്, നമ്മുടെ ഫ്രണ്ട്സ്, അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു സമുദായത്തിൽപ്പെട്ട എല്ലാവരും കൂടി ഒരുമിച്ച് കൂടുക, ലോകത്തിലുള്ള നമ്മുടെ പല ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊക്കെ ആയിട്ട് നമ്മൾ ക്രിസ്മസ് ആഘോഷം അല്ലെങ്കിൽ ഒരു വിഷസ് അറിയിക്കുക, ഇതൊക്കെയാണ് ശരിക്കും ഒരു പ്രവാസിയെ സംബന്ധിച്ച് സന്തോഷം തരുന്നത്. അതേപോലെ തന്നെ ക്രിസ്മസിൻ്റെ സുദിനത്തിൽ നമ്മുടെ എല്ലാ റിലേറ്റീവ്സിനെയും കുടുംബാംഗങ്ങളെയൊക്കെ വിളിച്ച് ആ വിഷസ് അറിയിക്കുന്നത് ഒത്തിരി സന്തോഷം ഉള്ള ഒരു സംഭവമാണ് പ്രവാസിയെ സംബന്ധിച്ച്. ദുബായിൽ നിന്നും ശരത് ചെറുകുന്നിനൊപ്പം അരുൺ പാറാട്ട്, 24. തിരുപ്പിറവിയുടെ ഓർമ്മകളിൽ ഖത്തറിലെ പ്രവാസികൾ ക്രിസ്മസ് ആഘോഷിച്ചു. നക്ഷത്ര വിളക്കുകൾ തെളിയിച്ചും വീടുകളിൽ ഒത്തുകൂടിയുമായിരുന്നു ആഘോഷം. ഖത്തറിലെ വിവിധ പ്രവാസി സമൂഹങ്ങളുടെ നേതൃത്വത്തിൽ ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ വിവിധ കേന്ദ്രങ്ങളിൽ ക്രിസ്മസ് കരോളുകളും ആഘോഷ പരിപാടികളും തുടങ്ങിയിരുന്നു. ഞായറാഴ്ച അബൂഹമൂറിലെ ചർച്ച് കോംപ്ലക്സിൽ നടന്ന പാതിര കുർബാനയ്ക്ക് ശേഷം വീടുകളിൽ ഒത്തുകൂടിയാണ് മലയാളി കുടുംബങ്ങൾ തിരുപ്പിറവിയുടെ ഓർമ്മ ദിനത്തെ വരവേറ്റത്. വീടുകൾക്ക് മുന്നിൽ നക്ഷത്ര വിളക്കുകൾ തൂക്കിയും പുൽക്കൂടുകളും ക്രിസ്മസ് ട്രീകളും കൊണ്ട് അലങ്കരിച്ചും പല കുടുംബങ്ങളും ആഘോഷത്തിന് കൊഴുപ്പേകി. തിരക്കിട്ട പ്രവാസ ജീവിതത്തിനിടയിലും ദിവസങ്ങളെടുത്താണ് ഇവർ ക്രിസ്മസിനെ വരവേൽക്കാനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാക്കിയത്. തുടർന്ന് പുലരുവോളം നീളുന്ന ആഘോഷരാവ്. കണ്ണും കണ്ണും കാത്തിരുന്നു മണ്ണിലൊരു പൈതലിനായി, കാതോട് കാതോരം കേട്ടിരുന്നു ദൈവപുത്രൻ പിറക്കുമെന്ന്. ആകാശവീതിയിൽ മാലാഖമാരവർ സ്നേഹത്തിൻ നിറകുടമായി താരാട്ടുപാടി ഉറക്കിടുവാനായി മണ്ണന്തരി നിലച്ചിരുന്നു. ഇപ്രാവശ്യത്തെ നല്ല ക്രിസ്മസിന് എല്ലാവരും ഹാപ്പിയാണ്. ആഘോഷങ്ങൾ ഇനി തുടങ്ങാൻ പോകണുള്ളൂ. ഒരുപാട് ഫുഡ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോകണു. കാര്യങ്ങൾ എല്ലാവരും ഉണ്ട്. ഇപ്പോൾ ഇന്ന് നാളെ എല്ലാവരും ലീവ്, മിക്കവാറും എല്ലാവരും ലീവാണ്. അപ്പോൾ നമ്മളുള്ളതുകൊണ്ട് അടിച്ചു പൊളിക്കണം. ഹാപ്പി ക്രിസ്മസ്. അവധി ദിനമല്ലാത്തത് പ്രവാസികളുടെ ആഘോഷത്തെ ബാധിച്ചുവെങ്കിലും പലരും പകുതി ദിവസം അവധിയെടുത്താണ് ക്രിസ്മസ് ആഘോഷത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാക്കിയത്. അതേസമയം ക്രിസ്ത്യൻ മാനേജ്മെന്റിലുള്ള പല സ്ഥാപനങ്ങളിലും ഇന്ന് ഹാജർ നില കുറവായിരുന്നു. അൻവർ പാലേരി, 24. സൗദിയിലെ ജിദ്ദക്കടുത്ത് അസ്ഫാനിൽ സ്ഥിതി ചെയ്യുന്ന തഫ്ല കിണറിന് ഏറെ പ്രാധാന്യമുണ്ട്. പ്രവാചകൻ മുഹമ്മദ് നബിയുമായി ബന്ധപ്പെട്ടതാണ് ആ സവിശേഷത.
നിരവധി തീർത്ഥാടകർ ഇവിടം സന്ദർശിക്കാറുണ്ട്. സൗദി പുരാവസ്തു വിഭാഗത്തിന്റെ സംരക്ഷണത്തിലാണ് ഇപ്പോൾ ഈ കിണർ. ബിയർ തഫ്ല അഥവാ തഫ്ല കിണർ എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ കിണറിന് ഇസ്ലാമിക ചരിത്രത്തിൽ ഏറെ പ്രാധാന്യമുണ്ട്. ജിദ്ദ നഗരത്തിൽ നിന്നും ഏതാണ്ട് 25 കിലോമീറ്റർ അകലെ അസ്ഫാൻ എന്ന സ്ഥലത്താണ് ഈ കിണറുള്ളത്. മക്കയിൽ നിന്ന് 55 കിലോമീറ്റർ വടക്കും മദീനയിൽ നിന്ന് 345 കിലോമീറ്റർ തെക്കുമാണ് ഈ പ്രദേശമുള്ളത്. പ്രവാചകൻ മുഹമ്മദ് നബി തീർത്ഥാടനത്തിനായി മദീനയിൽ നിന്നും മക്കയിലേക്ക് പോകുന്ന വഴിയിൽ അസ്ഫാനിലെത്തുകയും ഈ കിണറിൽ നിന്ന് വെള്ളം കുടിക്കുകയും ചെയ്തതായാണ് ചരിത്രം. മുഹമ്മദ് നബിയുടെ ഉമിനീർ കലർന്ന വെള്ളമായതുകൊണ്ടാണ് കിണറിന് തഫ്ല കിണർ എന്ന പേര് വീണത്. അസ്ഫാൻ എന്ന സ്ഥലത്തെ ഈ കിണർ ആദ്യകാലത്ത് ഇതിലെ കിണറിലെ വെള്ളം കുടിക്കാൻ അനുയോജ്യം അല്ലായിരുന്നു. ആ സമയത്ത് ഈ പ്രദേശത്തെ ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വിവരം പറയുകയും ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പരിശുദ്ധമാക്കപ്പെട്ട ഉമിനീർ കലർന്നതിന് ശേഷം ഈ വെള്ളം കുടിക്കാൻ യോഗ്യമാകുകയും ചെയ്തു എന്നാണ് ചരിത്രം പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്നത്. അസ്ഫാന്റെ മധ്യത്തിൽ ഒറ്റപ്പെട്ട സ്ഥലത്ത് കൃഷിത്തോട്ടത്തിനടുത്താണ് കിണർ സ്ഥിതി ചെയ്യുന്നത്. വിശ്വാസികളിൽ പലരും ഇവിടെ എത്തി കിണറിൽ നിന്ന് വെള്ളം ശേഖരിക്കാറുണ്ട്. തഫ്ല കിണറിന് സമീപത്ത് തന്നെ ബിയർ ഉമ്മു ദർജ എന്ന വിശാലമായ മറ്റൊരു കിണറും കാണാം. വലിയ വൃത്താകൃതിയിലുള്ള ഇതിലേക്കിറങ്ങാൻ കല്ലുകൾ കൊണ്ടുള്ള പടികൾ നിർമ്മിച്ചിട്ടുണ്ട്. സമീപകാലത്ത് സൗദി പുരാവസ്തു വിഭാഗം തഫ്ല കിണറും അനുബന്ധ സ്ഥലങ്ങളും ഏറ്റെടുത്ത് സംരക്ഷിച്ചു വരുന്നുണ്ട്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏറെ ചരിത്ര പ്രാധാന്യമുള്ള ഈ കിണറും അനുബന്ധ കാര്യങ്ങളും സന്ദർശിക്കാൻ നിരവധി തീർത്ഥാടകരാണ് എത്തുന്നത്. ഓസ്ഫാനിൽ നിന്നും ജലീൽ കണ്ണമംഗലം, 24. മോഹൻലാൽ കേന്ദ്ര കഥാപാത്രമായ ജിത്തു ജോസഫ് ചിത്രം നേരിന്റെ പ്രത്യേക പ്രദർശനം ദുബായിൽ നടന്നു. മോഹൻലാൽ ഫാൻസ് UAE ഓൺലൈൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ദുബായ് സ്റ്റാർ ഗലേറിയ സിനിമാസിലായിരുന്നു പ്രദർശനം. കേക്ക് മുറിച്ചും മധുരം പങ്കിട്ടും ആരാധകർ ചിത്രത്തിന്റെ വിജയം ആഘോഷിച്ചു. UAEയുടെ വിവിധയിടങ്ങളിൽ നിന്ന് 100ഓളം പേർ പരിപാടിയിൽ പങ്കെടുത്തു. അരുൺ മൂവാറ്റുപുഴ, വിജേഷ് കാസർഗോഡ്, സബിൻ എന്നിവർ നേതൃത്വം നൽകി. സൗദി ജിദ്ദയിൽ കേരള പൗരാവലിയുടെ 2ാം പ്രതിനിധി സംഗമം നടന്നു. കേരളത്തിലെ 14 ജില്ലകളുടെ പ്രതിനിധികൾ പങ്കെടുത്തു. ഇന്റർനാഷണൽ ഇന്ത്യൻ സ്കൂൾ വിദ്യാർത്ഥികളുടെയും ജീവനക്കാരുടെയും സുരക്ഷ ഉറപ്പാക്കുക, ജിദ്ദയിൽ നിന്ന് കേരളത്തിലേക്ക് യാത്രാക്കപ്പൽ സർവീസ് ആരംഭിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള പ്രമേയം സംഗമം പാസാക്കി. പൗരാവലിയുടെ ഫേസ്ബുക്ക് പേജ് മിർസ ഷെരീഫ് പ്രകാശിപ്പിച്ചു. ചെയർമാൻ കബീർ കൊണ്ടോട്ടിയുടെ അധ്യക്ഷതയിൽ നടന്ന പരിപാടിയിൽ മൻസൂർ വയനാട്, ഷെരീഫ് അറക്കൽ തുടങ്ങിയവർ സംസാരിച്ചു. കുവൈത്തിൽ ആലപ്പുഴ ജില്ലാ പ്രവാസി അസോസിയേഷന്റെ നേതൃത്വത്തിൽ നെടുമുടി വേണു മെമ്മോറിയൽ അവറോളിംഗ് ബാഡ്മിന്റൺ ടൂർണമെന്റ് സംഘടിപ്പിച്ചു. ലോവർ ഇന്റർമീഡിയറ്റ് വിഭാഗത്തിൽ ജറൈസ് വിനീഷ് സഖ്യം 1ാം സ്ഥാനവും അനീഷ് ഫൊയ്സല സഖ്യം 2ാം സ്ഥാനവും കരസ്ഥമാക്കി. സംഘടനാ ചെയർമാൻ രാജീവ് നടുവിലമുറി, പ്രസിഡന്റ് ബിനോയ് ചന്ദ്രൻ തുടങ്ങിയവർ വിജയികൾക്കുള്ള ട്രോഫി സമ്മാനിച്ചു. പരിപാടിയിൽ നിരവധി പേർ പങ്കെടുത്തു. വാർത്തകളിലേക്ക് വീണ്ടും. നവ പോലീസിന് സമ്മാനം. പോലീസ് അതിക്രമ വിവാദങ്ങൾക്കിടെ നവകേരള സദസ്സിൽ സുരക്ഷയൊരുക്കിയ പോലീസുകാർക്ക് പ്രത്യേക സമ്മാനം. സിവിൽ പോലീസ് ഓഫീസർ മുതൽ IG വരെയുള്ളവർക്ക് ഗുഡ് സർവീസ് എൻട്രി നൽകും. DGPയെ മറികടന്ന് ക്രമസമാധാന വിഭാഗം ചുമതലയുള്ള ADGPയുടേതാണ് നിർദ്ദേശം. സുരക്ഷാ ഉദ്യോഗസ്ഥരുടെയും ഗൺമാന്റെയും ഈ അതിക്രമങ്ങൾ മുഖ്യമന്ത്രി കണ്ടില്ലെന്ന് ആവർത്തിച്ച് കണ്ണടച്ചെങ്കിലും കോടതിയുടെ നിർദ്ദേശപ്രകാരം കേസെടുത്തിരുന്നു. കരിങ്കൊടി കാണിച്ചതിന് ഡിവൈഎഫ്ഐ പ്രവർത്തകർ പ്രതിഷേധക്കാരെ തല്ലിച്ചതയ്ക്കുമ്പോൾ കയ്യും കെട്ടി നോക്കി നിന്ന പോലീസിന്റെ ക്രമസമാധാന പാലനവും നവകേരള യാത്രയിൽ കണ്ടതാണ്. ഇതൊക്കെ മികച്ച ക്രമസമാധാന പാലനമെന്നാണ് ആഭ്യന്തര വകുപ്പിന്റെ വിലയിരുത്തൽ. ഈ പോലീസിനാണ് ഗുഡ് സർവീസ് സെന്റർ നൽകാനുള്ള സർക്കാരിന്റെ തീരുമാനം. സിവിൽ പോലീസ് ഓഫീസർ മുതൽ IG വരെയുള്ളവർക്ക് ഗുഡ് സർവീസ് സെന്റർ ലഭിക്കും. കൂടാതെ പ്രത്യേകം അഭിനന്ദിക്കേണ്ടവരുണ്ടെങ്കിൽ അവരുടെ പേര് ശുപാർശ ചെയ്യാനും നിർദ്ദേശമുണ്ട്.
ക്രമസമാധാന ചുമതലയുള്ള ADGP MR അജിത് കുമാറാണ് വിവാദങ്ങൾക്കിടെ വിചിത്ര നിർദ്ദേശം നൽകിയത്. മന്ത്രിപ്പടയ്ക്ക് വഴിനീള സുരക്ഷ ഒരുക്കാൻ പോലീസുകാർക്ക് അവധി പോലും അനുവദിക്കാതെ കഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ഒരു നിയമവും പാലിക്കാതെ പ്രതിഷേധക്കാരെ തല്ലിച്ചതച്ച പോലീസുകാർക്ക് ഏതു മാനദണ്ഡത്തിൽ ഗുഡ് സർവീസ് എൻട്രി നൽകുമെന്നതാണ് ചോദ്യം. 24 തിരുവനന്തപുരം. കോടതി പറഞ്ഞാലും കേൾക്കാത്ത പോലീസ്. കോടതി പറഞ്ഞിട്ടും മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥർക്കെതിരെ കേസെടുക്കാതെ എറണാകുളം കുറുപ്പുംപടി പോലീസ്. നവകേരള സദസ് വാഹനത്തിന് നേരെ ഷൂ എറിഞ്ഞ കേസിൽ കസ്റ്റഡിയിലെടുത്ത പ്രതികളെ മർദ്ദിച്ച ഉദ്യോഗസ്ഥർക്കെതിരെ കേസെടുക്കാനാണ് കോടതി ഉത്തരവിട്ടത്. ഈ പരാതിയിലാണ് കേസെടുക്കാതെ ഉദ്യോഗസ്ഥരെ പോലീസ് സംരക്ഷിക്കുന്നത്. ഓടക്കാലിയിൽ മുഖ്യമന്ത്രിയുടെ വാഹനത്തിന് നേരെ ഷൂ എറിഞ്ഞ കേസിൽ ലോക്കൽ പോലീസ് കസ്റ്റഡിയിലെടുത്ത പ്രതികളെയാണ് മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥർ ക്രൂരമായി മർദ്ദിച്ചത്. വാഹനത്തിനുള്ളിൽ കയറ്റിയ ശേഷം തോക്കുകൊണ്ട് മർദ്ദിച്ചതായി പ്രതികൾ കോടതിയിൽ മൊഴി നൽകിയിരുന്നു. ശരീരത്തിലെ പരിക്കുകൾ കണ്ട് ബോധ്യപ്പെട്ട ശേഷമാണ് കോടതി പരാതി എഴുതി വാങ്ങിയത്. ഈ പരാതിയിലാണ് കേസെടുക്കാൻ കോടതി ആവശ്യപ്പെട്ടിട്ടും പോലീസ് ഉരുണ്ട് കളിക്കുന്നത്. ഏകദേശം ഒരു ഞാൻ പറഞ്ഞില്ല 10 ദിവസങ്ങൾ ഇതുവരെ നമ്മൾ അത് തന്നെയല്ല എല്ലാ ആഴ്ചയിലും 2 ദിവസം നമ്മൾ ചെല്ലുമ്പോൾ കൃത്യമായിട്ട് CI എടുത്ത് ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ട് പരാതി എടുക്കുന്നില്ല, ഞങ്ങൾ മൊഴി തരണ്ടേ, ഞങ്ങൾ പരാതി എടുക്കുന്നില്ല. ചോദിക്കുമ്പോൾ ഒന്നും അവർക്ക് ഉത്തരമില്ല. അത് നമ്മൾ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് വെറുതെ തള്ളിവിടുന്ന ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അന്നുണ്ടായിരുന്ന ഈ പറയുന്ന ഞങ്ങൾ മീഡിയാസിൽ പിന്നെ കണ്ടപ്പോൾ ഈ ഗൺമാൻ അല്ലെന്നുണ്ടായിരുന്നു എന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ CI എടുത്ത് പറഞ്ഞപ്പോൾ CI മുഖം തിരിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചത്. അതൊരു അന്യായം ഫയൽ ചെയ്യാൻ തന്നെ പോവുകയാണ്. 27-ാം തീയതി അന്യായം ഫയൽ ചെയ്യാനാണ് ഇപ്പോൾ നമ്മുടെ തീരുമാനം. പരാതിക്കാർ കേസിനെക്കുറിച്ച് അന്വേഷിക്കാൻ സ്റ്റേഷനിൽ എത്തുമ്പോഴൊക്കെ കേസെടുക്കാമെന്ന ഒഴുക്കൻ മറുപടി മാത്രമാണ് കുറുപ്പുംപടി CI നൽകുന്നത്. ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥർക്കെതിരെ കേസെടുക്കേണ്ടി വരുമെന്ന സാഹചര്യമാണ് പോലീസിനെ കേസെടുക്കുന്നതിൽ നിന്ന് മാറ്റി നിർത്തുന്നത്. CIക്കെതിരെ കോടതിയെ സമീപിക്കാനാണ് പരാതിക്കാരുടെ തീരുമാനം. S. ശ്യാംകുമാർ, 24, കൊച്ചി. നവകേരള സദസ്സ് പൂർണ്ണമായി ഫലം കണ്ടെന്നും കേന്ദ്ര അവഗണന ജനം തിരിച്ചറിഞ്ഞെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ. നവകേരള സദസ്സ് സംഘർഷഭരിതമാക്കാനുള്ള ശ്രമങ്ങൾക്ക് പ്രതിപക്ഷ നേതാവ് നേതൃത്വം നൽകി. എന്നാൽ തിരിച്ച് സംയമനം പാലിക്കുകയായിരുന്നുവെന്നും മുഖ്യമന്ത്രി അവകാശപ്പെട്ടു. നവകേരള സദസ്സ് നടക്കുന്ന അവിടെ എത്തുമ്പോൾ മാത്രമല്ല ആളുകൾ, വഴിനീളെ ആളുകളാണ്. ഒരു 100 കണക്കിന് ആളുകൾ നിൽക്കുന്നതിൻ്റെ മുന്നിൽ വന്നിട്ട് ഒരുത്തൻ അല്ലെ 2 ആൾ കരിങ്കൊടി ഇങ്ങനെ കാണിക്കുമ്പോൾ ആ സംയമനം നല്ല രീതിയിൽ പാലിക്കുന്നത് ഞങ്ങൾ കണ്ടു. അവർ ഞങ്ങളുടെ നേരെ കൈവീശുന്നുണ്ട്, ഞങ്ങൾ തിരിച്ചും കൈവീശുന്നുണ്ട്. ഇവരെ നോക്കി ചിരിക്കുകയാണ്. ഒരു പ്രകോപനവും നാട്ടുകാരുടെ ഭാഗത്തുണ്ടാകുന്നില്ല. നല്ല നിലക്കാണല്ലോ നാട്ടുകാർ സംയമനം പാലിച്ചത്. അവരുദ്ദേശിച്ചത് ആളുകളെ നല്ലതുപോലെ പ്രകോപിതരാക്കി സംഘർഷഭരിതമാക്കാനാണ്. ഒരു സംഘർഷവും ഉണ്ടായില്ല. ശാന്തമായി കാര്യങ്ങൾ നടന്നു. 10,000-ങ്ങൾ ഒഴുകിയെത്തി. വിജയകരമായി നവകേരള യാത്ര സമാപിക്കുന്ന നിലയുണ്ടായി. നവകേരള ബസ്സിന് നേരെയുണ്ടായ ഷൂവറിയിൽ റിപ്പോർട്ട് ചെയ്ത 24 പ്രതിനിധി വിനീത ബീജിക്കെതിരെ കേസെടുത്തതിൽ പ്രതിഷേധം തുടരുന്നു. പോലീസ് നടപടിയെ ന്യായീകരിച്ച മുഖ്യമന്ത്രിയുടെ നിലപാടിനെതിരെ വിമർശനം ശക്തമാണ്. ഇതിനിടെ ഫോൺ നമ്പർ ഉൾപ്പെടെയുള്ള CDR ചോർന്നതിലും പോലീസ് പ്രതിരോധത്തിലായി. മുഖ്യമന്ത്രിയും മന്ത്രിമാരും CPIM നേതൃത്വവും പോലീസിനെ ന്യായീകരിക്കുമ്പോഴും 24 പ്രതിനിധിക്കെതിരായ കേസിൽ പ്രതിഷേധം ശക്തമാണ്. മാധ്യമപ്രവർത്തകർക്കെതിരെ അനാവശ്യമായി കേസെടുക്കാനുള്ള പ്രവണത മുളയിലേ നുള്ളണമെന്ന് ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ള. മാധ്യമങ്ങൾക്കെതിരെ അനാവശ്യമായി കേസെടുക്കുന്ന പ്രവണതയുണ്ടെങ്കിൽ അതിനെ മുളയിലെ നുള്ളിക്കളയേണ്ടതായിട്ടുണ്ട്. കേസ് നിർഭാഗ്യകരവും അംഗീകരിക്കാൻ കഴിയാത്തതുമാണെന്ന് മുസ്ലിം ലീഗ് മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി KPA മജീദ്. കേസെടുത്ത് മാധ്യമപ്രവർത്തനത്തെ കൂച്ചുവിലങ്ങുക, നിയന്ത്രിക്കുക എന്നത് അപ്രസക്തവുമായും അപരിഷ്കൃതമായിട്ടുള്ള നിലപാടാണ്. ഇത് വളരെ നിർഭാഗ്യകരമാണ്, ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്നല്ല. കേസെടുത്തതിനു പിന്നിൽ ഭരണകൂടത്തിന്റെയും പോലീസിന്റെയും കളിയുണ്ടെന്ന് K. അജിതയും മാധ്യമപ്രവർത്തകരുടെ സ്വാതന്ത്ര്യത്തിൽ കൈകടത്താതിരിക്കുക എന്നത് ഭരണപക്ഷത്തിന്റെ ധർമ്മമാണെന്ന് കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയും പ്രതികരിച്ചു. അവർക്കെതിരെ അങ്ങനെ കേസെടുക്കുന്നത് നിയമപ്രകാരം അല്ലെങ്കിൽ മാനുഷിക ഒരു പരിഗണന പ്രകാരം തെറ്റാണ്. അവർ കാണുന്നത് റിപ്പോർട്ട് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. പോലീസ് അന്വേഷണം പൂർത്തിയായ ശേഷം പ്രതികരണമെന്ന് സ്ഥാനമൊഴിയുന്ന മന്ത്രി അഹമ്മദ് ദേവർകോവിൽ. അതൊക്കെ പോലീസിന്റെ അന്വേഷണം പൂർത്തിയാവട്ടെ, അതിനുശേഷം പ്രതികരിക്കാം. കേസെടുക്കാനുള്ള സാഹചര്യം ഉണ്ടായതുകൊണ്ടാകണം കേസെടുത്തതായിരുന്നു നിയുക്ത മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രന്റെ പ്രതികരണം. 24, കൊച്ചി. വാർത്തകളിലേക്ക് വീണ്ടും. പത്തനംതിട്ട മൗണ്ട് സിയോൺ ലോ കോളേജിൽ SFI നേതാക്കളുടെ മർദ്ദനമേറ്റെന്ന് പരാതി നൽകിയ വിദ്യാർത്ഥിക്കെതിരെ കേസെടുത്ത സംഭവത്തിൽ വിവാദം അവസാനിക്കുന്നില്ല. പോലീസ് നടപടിക്കെതിരെ പരാതിക്കാരിയായ നിള S. പണിക്കർ ഹൈക്കോടതിയെ സമീപിക്കും. കോളേജിലുണ്ടായത് വാക്കുതർക്കം മാത്രമാണെന്നും മറ്റു പരാതികളെല്ലാം വ്യാജമാണെന്നും പ്രതിയായ ജെയ്സൺ ജോസഫ് അവകാശപ്പെട്ടു. വാക്കേറ്റത്തിന്റെ ദൃശ്യങ്ങളും അതിനിടെ പുറത്തുവന്നു.
ഞങ്ങൾ ഹൈക്കോടതിയിലേക്ക് പോകാനാണ് ഇപ്പോൾ തീരുമാനം എടുത്തേക്കുന്നത്. പിന്നെ CAയുടെ ഭാഗത്തെ പെരുമാറ്റം ഒന്നും അത്ര നല്ല രീതിയിലല്ലായിരുന്നു ബിഹേവ് ചെയ്തത് ഞങ്ങളോട് FIR വാങ്ങിക്കാൻ ചെന്നപ്പോൾ. അതുകൊണ്ട് ഞങ്ങൾ ആ അന്വേഷണ ഉദ്യോഗസ്ഥനെ മാറ്റി വേറെ എവിടെയെങ്കിലും ആക്കി തരണം എന്നുള്ള ഇതിൽ, അല്ല അതിന്റെ മുകളിലോട്ടുള്ള ആരെങ്കിലും അന്വേഷിക്കണം എന്നുള്ള ഇതിലാണ് ഞങ്ങളിപ്പം മൂവ് ചെയ്യുന്നത്. അന്വേഷണ ഉദ്യോഗസ്ഥനെ മാറ്റി മറ്റാരെങ്കിലും കേസ് അന്വേഷിക്കണമെന്നും തന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലല്ല കേസെടുത്തതെന്നും നിള എസ് പണിക്കർ 24-നോട് പറഞ്ഞു. കോളേജിലുണ്ടായ വാക്കേറ്റത്തിന്റെയും കയ്യാങ്കളിയുടെയും ദൃശ്യങ്ങൾ പുറത്തുവന്നു. ആരെയും മർദ്ദിച്ചില്ലെന്നും ഇപ്പോൾ ഉയർന്നുവരുന്നത് വ്യാജ പരാതിയാണെന്നും DYFI ബ്ലോക്ക് സെക്രട്ടറിയും കോളേജിലെ വിദ്യാർത്ഥിയുമായ ജെയ്സൺ ജോസഫ് പറഞ്ഞു. പറയുന്ന നിള എസ് പണിക്കർ എന്ന് പറഞ്ഞ പെൺകുട്ടി ഭീഷണിപ്പെടുത്തുന്ന രൂപത്തിൽ നിങ്ങളെയൊക്കെ ഈ കേസൊക്കെ കൊടുത്ത് കൂട്ടിക്കളയും എന്നുള്ള രൂപത്തിലേക്കൊക്കെ ഒരു ഭീഷണിയാണ് ആ കുട്ടിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. അപ്പോൾ അതിന്റെ പുറകിൽ നിന്നുകൊണ്ട് ഈ ജഗത് എന്ന് പറഞ്ഞ പയ്യൻ ഒരു മോശപ്പെട്ട നിലയിൽ ഒരു അംഗ്യം കാണിക്കുന്ന ഘട്ടത്തിലാണ് ഞാനൊന്ന് മുൻപോട്ടൊന്നായിരുന്നത്. അപ്പൊ തന്നെ വിദ്യാർത്ഥികളെല്ലാം കൂടി പിടിച്ചു മാറ്റുകയും നമ്മളെല്ലാവരും പ്രിൻസിപ്പാളിനോട് നമ്മുടെ പരാതി പറഞ്ഞതിന് ശേഷം നമ്മളെല്ലാം പിരിഞ്ഞു പോവുകയും ചെയ്തു. ഇതാണ് അവിടെ നടന്ന ഒരു സംഭവം എന്ന് പറയുന്നത്. SFI നേതാക്കൾക്കെതിരെ പരാതി നൽകിയ നിള എസ് പണിക്കർക്കെതിരെ പട്ടികജാതി പട്ടികവർഗ സംരക്ഷണ നിയമപ്രകാരമുള്ള പരാതിയിലും കേസെടുത്തിരുന്നു. 24 പത്തനംതിട്ട. ശബരിമലയിൽ വൻ ഭക്തജന തിരക്ക്. പ്രതിദിനം 18-ാം പടി ചവിട്ടുന്നവരുടെ എണ്ണം 1 ലക്ഷം കടന്നു. ഭക്തർക്ക് അവശ്യ സൗകര്യങ്ങൾ ഒരുക്കണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചു. തങ്കയങ്കിയും വഹിച്ചുള്ള രഥയാത്ര നാളെ സന്നിധാനത്തെത്തും. മണ്ഡലകാലം തുടങ്ങിയ ശേഷമുള്ള ഏറ്റവും വലിയ തീർത്ഥാടക തിരക്കാണ് സന്നിധാനത്ത് അനുഭവപ്പെടുന്നത്. ഇന്ന് ഇതുവരെ 90,000 പേർ ദർശനം നടത്തി. ഓരോ മണിക്കൂറിലും 5000-ഓളം ആളുകൾ 18-ാം പടി ചവിട്ടുന്നുണ്ട്. ഇടത്താവളങ്ങളിൽ നിയന്ത്രണങ്ങൾ കടുപ്പിച്ചതിനാൽ തീർത്ഥാടകരുടെ നിര സന്നിധാനം മുതൽ മരക്കൂട്ടം വരെയുള്ള ഭാഗത്ത് ക്രമീകരിക്കാൻ കഴിഞ്ഞു. തീർത്ഥാടകരുടെ പ്രതികരണം ഇങ്ങനെ: ഭയങ്കര കടുപ്പമാണ്. ഇന്നലെ ഉച്ചയ്ക്ക് വന്നതാ, പമ്പയിൽ നിന്ന് പിടിച്ചില്ല. വന്ന വഴിക്ക് നമ്മുടെ ഇടത്താവളം, അത് കഴിഞ്ഞ് 2 ഇടത്ത് പമ്പയിൽ നിന്ന് പിടിച്ചാൽ തുടങ്ങിയതാ. പിന്നെ ഇടയ്ക്ക് വന്നപ്പോൾ റൂമിലടച്ച് ഒരു 6 മണിക്കൂറോളം. ഒരു രക്ഷയില്ല, എങ്ങനെ എത്തിപ്പെട്ടെന്നൊരു പിടിയില്ല. ഇടത്താവളങ്ങളിൽ തടഞ്ഞിട്ടിട്ടുള്ള തീർത്ഥാടകർക്ക് അവശ്യ സൗകര്യങ്ങൾ ഒരുക്കാൻ ഹൈക്കോടതി നിർദ്ദേശം നൽകി. സ്പെഷ്യൽ സിറ്റിംഗ് നടത്തിയാണ് ഹൈക്കോടതി വിഷയം പരിഗണിച്ചത്. തങ്കയങ്കി ഘോഷയാത്ര നാളെ ഉച്ചയ്ക്ക് പമ്പയിലെത്തും. വൈകിട്ട് 6:30-നാണ് തങ്കയങ്കി ചാർത്തിയുള്ള ദീപാരാധന. മറ്റന്നാൾ രാവിലെ 10:30-നും 11:30-നും ഇടയിൽ ഇത്തവണത്തെ മണ്ഡലപൂജ നടക്കും. മണ്ഡലപൂജയ്ക്ക് നാളെ ഒരു ദിവസം മാത്രമാണ് ബാക്കി. വ്രതം നോറ്റ് മാലയിട്ട് മല കയറുന്ന തീർത്ഥാടകർക്ക് ഈ തിരക്കിനിടയിലും സുഗമദർശനം ഒരുക്കാനുള്ള കഠിന പ്രയത്നത്തിലാണ് സന്നിധാനത്തെ മുഴുവൻ സേനകളും. മനു ദാമോദറിനൊപ്പം രാഹുൽ സുരേഷ്, 24 സന്നിധാനം. ഗൾഫ് ഫോക്കസിന്റെ സമയം പൂർത്തിയാവുകയാണ്. നമസ്കാരം. 24 5-ന്റെ വജ്രത്തിളക്കം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.